24 വയനാട് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന്റെയും സഹയാത്രികനായ ബാക്ക് പാക്കർ സുധിയുടെയും അരുണാചൽ പ്രദേശിലെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ ചില ഭാഗങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. തവാങ്ങിന്റെ ഗ്രാമീണ കാഴ്ചകൾ തേടിയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് അതിന്റെ 7ാം ലക്കത്തിലേക്ക് കടക്കുന്നത്. ആ 7ാം ലക്കമാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം, തവാങ് നദിയുടെ സുന്ദര കാഴ്ച, ഇതൊക്കെ ഈ ലക്കത്തിലുണ്ട്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അരുണാചൽ പ്രദേശിലെ യാത്ര തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ തവാങ്ങിനോട് വിട പറയും. ബുംല പാസ് എന്ന സ്വപ്നമായി തന്നെ ശേഷിക്കുകയാണ്. തവാങ്ങിൽ ചില കാഴ്ചകൾ കൂടി ബാക്കിയുണ്ട്. നമ്മൾ തവാങ്ങിൽ നിന്ന് താഴെ കറങ്ങുന്നു. വരുന്ന വഴിക്ക് നമ്മളൊരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതെന്തായാലും കാണിക്കാം. കാലാവസ്ഥ അതിനനുകൂലമാണ്. നമുക്ക് കാലാവസ്ഥ അനുകൂലമാണോ? അതിനനുകൂലമാണ്. റൈറ്റ്. നമ്മൾ നല്ലൊരു കാഴ്ച കണ്ടേ. നമ്മൾ കുറേ മക്കൾ കണ്ടില്ലേ, കുറേ ലാമന്മാർ. ഹായ് അവരൊക്കെ സ്കൂളിലേക്ക് പോവാ. स्कूल जाने के लिए स्कूल में आपका नाम क्या है? मेरा नाम है लमा बुंचो. പേര് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പോകുന്ന വഴിയിൽ ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട്, എന്താവും അറിയില്ല. ഇവിടെ നമ്മൾ ധാരാളം മനുഷ്യരെ കണ്ടു. ഇവരൊക്കെ റൈഡേഴ്സാണ്. I belong to Mysore. Right. I'm from Wayanad. Wayanad. Okay. So Wayanad is like we are just close by, no? Yes. from Iriti. സൂപ്പാണ്. അടിപൊളി സൂപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇന്നെന്തോ മഴ ഇതുവരെ പെയ്തില്ല, അതുകൊണ്ട് റെയിൻ കോട്ട് ഊരി. പക്ഷേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ റെയിൻ കോട്ട് ഊരി അപ്പം മഴ പെയ്യും, അതാണ് രീതി. സുധി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല ഭക്ഷണമായിരുന്നു കഴിച്ചാലേ. ഇവിടുത്തെ മൊമ അടിപൊളിയാണ്. ഈ ഒരു ഹോട്ടൽ നോക്കി വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മൊമ കഴിച്ചാൽ പൊളിക്കും. മൊമോ മാത്രമല്ല, ഒരു സൂപ്പ് കിട്ടി. തുപ്പയുണ്ട്, മൊമയുണ്ട്, ചോവുണ്ട്, പല സാധനമുണ്ട്. പിന്നെ ഇതുണ്ട് വനസ്പതി. എന്താ? നാസ്പതി. നമ്മുടെ നാട്ടിലെ നമ്മുടെ സബർജില്ലി, അതും കഴിച്ചു കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പിയായി. ഒരു ചേട്ടൻ പൂച്ചയായിട്ട് വരുന്നുണ്ട്. ബില്ലി കേട്ടെ. ഹലോ, ഹായ്. ഇവിടെ ഒരു അടിപൊളി സ്പോട്ടുണ്ട്, അതുകൂടി നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. നമ്മുടെ इस साइड नहीं जाना आपने? इस साइड जाना है. ये धान खेती मिलेगा. यहाँ से आपने लेफ्ट लेना. ഓക്കെ. ऐसे लेफ्ट जाएगा ना. ऐसे लेफ्ट नीचे बोलेगा. यहाँ उस साइड नहीं. 11.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ടെന്നാണ് പറയണേ. എന്തായാലും അതും കൂടി കണ്ടിട്ട് പോയാൽ മതി എന്ന് ചേട്ടൻ പറയുന്നു. അതുകൊണ്ട് നമ്മളങ്ങ് തീരുമാനിച്ചു അത് കാണാം. നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിലെ ഒരു വാലി കണ്ടു. അപ്പോൾ ചക്സമലിക്കാണ് നമ്മൾ പോകുന്നത്. അതിനിടെ വാലിയിൽ ഇതാ അവിടെ കൊയ്ത്ത് നടക്കുന്നു. അപ്പോൾ കൊയ്ത്തൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെ കൊയ്ത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഹിമാലയത്തിലെ നെൽക്കൊയ്ത്ത് എങ്ങനെയാണെന്നുള്ള കാഴ്ച നമുക്ക് ഇവിടെ കാണാമല്ലോ.
ഇവർ പറയുന്നത് ഇത് ചുവന്ന അരിയാന്നാണ്. നമ്മൾ നാട്ടിലൊക്കെ കഴിക്കാറുള്ള മട്ടരി അതൊക്കെ ചുവന്ന അരിയാണല്ലോ, ആ ചുവന്ന അരിയാണ് ഇതെന്നാണ് പറയുന്നത്. എന്തായാലും കൊയ്ത്തിങ്ങനെ ഒരു ഭാഗത്ത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, മറുഭാഗത്ത് ഇതാ ഇവരിങ്ങനെ നെല്ല് വേർതിരിക്കുന്നു. അപ്പോൾ ഈ വാലിയുടെ ഒരു മനോഹരമായ സ്ഥലം, ആ സ്ഥലത്ത് ഒരു കപ്പ് ചായ, മറുഭാഗത്ത് കൊയ്ത്ത്. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് വിട പറയാണ്. ചക്സം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെ വളരെ ലൈവായിട്ടുള്ളൊരു പ്രദേശം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശം. അങ്ങനെ ഒരു കൊയ്ത്തും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് പ്രത്യേകിച്ച് വാനം തെളിഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാം അവർ വേഗത്തിൽ തന്നെ എല്ലാം കൊയ്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ, നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര തുടരുന്നു. കണ്ടില്ലേ, പൂക്കളുടെ നിറഭേദങ്ങളാണ് കാണാൻ പറ്റുന്നത്. എത്ര മനോഹരം അറിയും, ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ ചക്സമിലെത്തിയിട്ടോ. ചക്സമിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഒരു ഇടുക്കൻ ആടെന്ന് പറഞ്ഞാൽ നിപ്പ് കണ്ടില്ലേ. ആ കാണുന്നതാണ് ചാക്സം ബ്രിഡ്ജ്, വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബ്രിഡ്ജ് കൂടിയും കാണാൻ കേട്ടോ. ശരിക്കും എന്തൊരു കാഴ്ചയാണെന്നറിയാം. ഇവിടുന്ന് ഫുള്ള് ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗുകളാണ് നിറഞ്ഞു നിൽക്കുകയാണ് ആ പാലത്തിൻ്റെ മുകളിൽ. എന്തൊക്കെയോ വിശ്വാസപരമായ വലിയ രീതിയിലുള്ളൊരു പ്രദേശമാണിതെന്ന് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് യാത്ര തുടരാം. കുറച്ച് ഇറക്കമാണ്. ിലേക്കുള്ള വഴിയിലേ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ കല്ലുകളാണ് കേട്ടോ. അടുക്കിടക്കി വെച്ച കല്ലുകളാണ്. ഈ കല്ലുകളുടെ പുറത്തൊക്കെ ഓരോ ലിഖിതങ്ങളുണ്ട്. ഇതെല്ലാം മന്ത്രങ്ങളാണ്. അവരുടെ പ്രയർ ഫ്ലാഗിൽ എങ്ങനെയാണുള്ളത് അതുപോലുള്ള മന്ത്രങ്ങളാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഏതാ ഭാഷ എന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ച കല്ലുകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നി. ബാമ്പു കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ച പഴയ ജാക്സൺ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി അത് ഇപ്പം അടച്ചിട്ടാണുള്ളത്. കാരണം ബ്രിഡ്ജ് നാശത്തിൻ്റെ പാതയിലാണ്. ഈ കാണുന്നതാണ് ബ്രിഡ്ജ്. എന്താ പോരെ, അയ്യോ വയ്യട്ടാപ്പാ. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, വേറെ ലെവൽ ഫീലാണ്. അത്രയും സന്തോഷം. എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലം അറിയത്. പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ സേലയുമായിട്ട് തവാങ്ങിനെ ബന്ധിപ്പിക്കുന്ന ഒരു വുഡൻ ബ്രിഡ്ജായിരുന്നു അത്, ഒരു തൂക്കുപാലം. അതുമാത്രമല്ല, പിന്നീട് അത് ഉരുക്ക് പാലമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. 62-ലും വലിയ രീതിയിൽ ക്രോസിംഗ് നടന്നിരുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ചൈന വാറ് സമയത്ത് ഈ ബ്രിഡ്ജ് തകർക്കാൻ ശ്രമിക്കുകയും അവരതിൽ പരാജയപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് വിശ്വാസം അനുസരിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പതിമൂന്നാം നൂറ്റാണ്ടോളം പഴക്കമുള്ള പാലമാണ് ആ ഭാഗത്ത്. എൻ്റെ വലതുഭാഗത്ത് അതൊരു പുതിയ പാലം. തവാങ്ങുമായി സേലയെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ നിന്നും ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ അവസാനിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24.